സോ ഗൈസ് വെൽക്കം എല്ലാ ഓൺലൈൻ മീഡിയയും എല്ലാ ഓൺലൈൻ മീഡിയസും അല്ലാത്ത മീഡിയസും ഒരേ സ്വരത്തിൽ പറയുന്നു ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ 7 രേണു സുധി ഉണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് AR ആകാശ് എന്ന് ഞാൻ വന്നിരിക്കുന്നത്. സോ ഗൈസ് നമുക്ക് എല്ലാ ഓൺലൈൻ മീഡിയസും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത് കൊണ്ട് മാത്രം നമുക്ക് നേരെ ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടണമെന്നില്ല. അത് മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കിടന്നിട്ട് സകല ഓൺലൈൻ മീഡിയയിൽ നമുക്കെല്ലാം 1 മില്യൺ 3 മില്യൺ ഒക്കെ വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ടിലെല്ലാം നല്ല റീച്ച് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് ബിഗ് ബോസ് എന്നൊരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ചെന്ന് ഇടിച്ച് കയറാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമല്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് എത്ര മില്യൺ ഉണ്ടെങ്കിൽ പോലും ലാസ്റ്റ് നമുക്കൊരു കാറ്റഗറി ഉണ്ട്. എന്താണ് കാറ്റഗറി? ഓഡീഷൻ കാറ്റഗറി. ഈ ഓഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5, 6, 7 പേരൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരെ ചോദ്യത്തിന് നമ്മൾ മണി പോലെ ഉത്തരം പറയണം. എതിരെ നിൽക്കണം. അവരെന്ത് ചോദിച്ചാലും അതിനനുസരിച്ചുള്ള കറക്റ്റ് പക്ക ഉള്ള ആൻസറൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ കേരളത്തിൽ നിന്ന് നമുക്ക് ഒരാളാവാൻ പറ്റുള്ളൂ. ആ സെലക്ഷൻ പ്രോസസ്സ് കഴിയണം. മനസ്സിലായ? അതല്ലാതെ വെറുതെ ഓൺലൈൻ മീഡിയയിൽ ഇത്രയും വീഡിയോസൊക്കെ ഇട്ടിട്ട് രേണു സുധി ഉണ്ട് വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നതല്ല ഒരു വ്യക്തി എന്ന് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ താരമുണ്ട്, വൈറൽ താരമുണ്ട്, പിന്നെ അതുപോലെ തന്നെ RJ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെയാണ് ആക്ടറുണ്ട്, സീരിയൽ ആക്ടറുണ്ട്, പിന്നെ അതുപോലെ തന്നെ സിനിമ ആക്ടറുണ്ട്. അങ്ങനെ എല്ലാ കാറ്റഗറിയിൽ നിന്നാണ് എടുക്കുന്നത്. അത് എല്ലാ വർഷത്തും പോലെ തന്നെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്കെല്ലാം സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, സോഷ്യൽ മീഡിയ കിടന്ന് മെഴുകിയാൽ പോലും നേരെ ചെന്ന് ബിഗ് ബോസിനകത്ത് ചെന്ന് ഇടിച്ച് കയറാം എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണു സുധിയുടെ ഷോർട്ട് ഫിലിം ആയാലും പിന്നെ അതുപോലെ തന്നെയാണ് റീൽസൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. 1000 കമൻറ്റ് ഉണ്ടെങ്കിലും അതിൽ 5 മാത്രമേ പോസ്റ്റ്, ബാക്കി മൊത്തം ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രമുള്ള ആൾക്കാരാണ്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇതുപോലെ റീസെൻ്റ്ലി വൈറലായിട്ടുണ്ട്. അപ്പോൾ അമ്മാര് ചീത്ത വിളി ഞാൻ കണ്ടിട്ടില്ല. അമ്മാര് ചീത്ത വിളി പോകണമെന്നും എല്ലാം ചീത്ത വിളി, നമുക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ ഒരു ചീത്ത വിളി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേറ്റേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത്രത്തോളം അടിച്ച് അമർത്തപ്പെടുന്നത്. അപ്പോഴാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഹേറ്റേഴ്സും ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിഗ് ബോസ് എന്നൊരു റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ അവിടെ റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വെറുതെ വന്നിരുന്നിട്ട് കുറേ മീഡിയസൊക്കെ പറയുന്നത് അവരുണ്ട് ഇവരെല്ലാവരും ഉണ്ട്, ഇവരെല്ലാവരും വരും ഇവിടെ. ഇന്നേ അവരെ ഏതെങ്കിലും പ്രൊഡക്ഷനിസ്റ്റ് കറക്റ്റായിട്ട് വന്നൊരു ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല. എൻ്റെ ലിസ്റ്റ് എന്ന് വെച്ചാൽ പക്കാ ലിസ്റ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരുന്നവർ കറക്റ്റായിട്ടുള്ളവർ ഇത്രയും പേരായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും പേരായിരിക്കും പറയുന്നത്. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നിന്നുള്ള എല്ലാവരും അയക്കുന്നൊരു സംഭവമാണ്, മനസ്സിലാക്കണം. ഈ കേരളത്തിൽ നിന്നുള്ള എല്ലാവരും വാരിപ്പറക്കി അയക്കും. ഇപ്പം തന്നെ മൈജീരി ഇതൊന്നുകൊണ്ട് കോമൺ ആയിട്ടുള്ള അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റീച്ചും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമല്ല അതിൽ പിടിച്ച് നിൽക്കണം. ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ റീലൊക്കെ നല്ല വീഡിയോ ഒക്കെ ചെയ്യണം. നേരിട്ട് കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസിലൊക്കെ നല്ല വീഡിയോസ് ഒക്കെ ചെയ്യണം. അവർക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി സിനിമയിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ അത് ചെയ്യില്ല. കാര്യം എന്ന് വെച്ചാൽ റീൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഡബ് ചെയ്യണ പോലെ അല്ലല്ലോ, മനസ്സിലായില്ല? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വൈറലായെന്ന് വെച്ചാൽ നേരെ ബിഗ് ബോസിൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കുറേ എണ്ണം ഉണ്ട്, ഓൾമോസ്റ്റ് കുറേ എണ്ണം ഉണ്ട്. അവരെല്ലാവരും ഫ്ലക്സൊക്കെ അടിച്ച് വെച്ചൊക്കെയാണ്. എന്നുവെച്ചാൽ ഫ്ലക്സ്, ബിഗ് ബോസിലേക്ക് ഞാൻ പോകാൻ പോകുന്നു, എല്ലാവരും ഫ്ലക്സ് അടിച്ച് വെച്ചൊക്കെയാണ്. ഇവരൊന്നും വിളിക്കുകയൊന്നുമില്ല. ഇതൊക്കെ വെറും ഫേക്ക് ന്യൂസൊക്കെയാണ് അടിച്ചിറക്കുന്നത്. അത് മനസ്സിലാക്കണം. പിന്നെ അടുത്ത മാസം 7-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ്. അപ്പോഴത്തേക്കും തന്നെ ഓൾമോസ്റ്റ് എല്ലാ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കണ്ടസ്റ്റൻറ്റോ അത്ര കണ്ടസ്റ്റൻ്റ് അവർ ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് കഴിഞ്ഞ് ഇനി വേറെ ആരും വരാനുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അവർക്ക് വേണ്ട ആൾക്കാരെ മൊത്തം അവർ സെലക്ട് ചെയ്ത് അവരെല്ലാം ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50-50 അങ്ങനെ വേണം പറയാൻ. ചിലപ്പോൾ വരാം, അതല്ല എങ്കിൽ ഞാൻ ഒരു 70% കാണാനുള്ള ചാൻസും ഇല്ല, അല്ലെങ്കിൽ 75% കാണാനുള്ള ചാൻസ് ഇല്ല, ഉറപ്പാണ്. ബാക്കിയുള്ള കുറച്ച് പേഴ്സൻറ്റേജ് മാത്രമേ ചിലപ്പോൾ വരാം എന്നൊരിതുള്ളൂ, മനസ്സിലായില്ലേ? അതും ഡയറക്റ്റായിട്ട് വരുമെന്നില്ല, മറ്റേ കോമൺ വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട്, അങ്ങനെ വരാനുള്ള ചാൻസൊക്കെ ഉള്ളൂ. അല്ല ഡയറക്റ്റായിട്ട് നിന്ന് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല യാതൊരു കാരണവശാലും. ഇതിൻ്റെ കുറേ ഓൺലൈൻ മീഡിയസൊക്കെ വായിടുകയാണ്, വരുന്നുണ്ട്. സോ ഗൈസ്, വരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു, ബാക്കിയൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ ഗൈസ്, ബാക്കി എല്ലാ ലിസ്റ്റും ഞാൻ ഇപ്പം തന്നെ ഇടുന്നതായിരിക്കും. പക്കാ ലിസ്റ്റാണ്, ആരൊക്കെ വരും ആരൊക്കെ പോകും എന്നതിനുള്ള പ്രൊഡക്ഷൻ ലിസ്റ്റ് മാത്രമല്ല പക്കാ ലിസ്റ്റാണ് ഇടാൻ പോകുന്നത്. സോ ഗൈസ്, എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെ വരും ആരൊക്കെ വരില്ല എന്നുള്ള പക്കാ ലിസ്റ്റ് ഞാൻ ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. സോ ഗൈസ്, രേണു സുധി വരുമോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സോ ഗൈസ്, അടുത്ത വീണ്ടും കാണുമ്പോഴേക്കും ബൈ.